ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ്, അതായത് വിലയിരുത്താം എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കാദ്യം ഈ മാച്ച് ദ ഫോളോയിങ്, അതായത് ചേരുംപടി ചേർക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും പറഞ്ഞു തരാം. ജോൺ ഡാൽട്ടൺ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. ജോൺ ഡാൽട്ടൺ അറ്റോമിക് തിയറി, അതായത് അറ്റോമിക സിദ്ധാന്തമാണ് കണ്ടെത്തിയത്. അപ്പോൾ അത് മാച്ച് ചെയ്യുക. അടുത്തത് മൈക്കിൾ ഫാരഡെ കണ്ടെത്തിയത് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം ആണ്. എന്താണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം പറയാം. വാട്ടർ, അതായത് ജലത്തിൽ വൈദ്യുതി കടത്തിവിടുവാണെങ്കിൽ, അതായത് കറണ്ട് കടത്തിവിടുവാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ കറണ്ട് കടത്തി വിട്ടുകൊണ്ട് ഓരോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് അതിനെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അടുത്തത് ജെ തോംസൺ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺ ആണ് കണ്ടുപിടിച്ചത്. റൂദർഫോർഡ് സൗരയൂഥ മോഡൽ, അതായത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റമാണ് കണ്ടെത്തിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക നമ്പർ 17 ആണ്, മാസ് നമ്പർ 35 ആണ് എങ്കിൽ അതിലെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണിൻ്റെയൊക്കെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞത്. ഇനി ബിയിൽ പറയുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്താനാണ്. സി എന്ന് പറയുന്നത് അതിൻ്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അറ്റോമിക് നമ്പർ 17 അല്ലേ? അപ്പോൾ എത്ര പ്രോട്ടോൺ ആണുള്ളത്? 17 പ്രോട്ടോൺ. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 17 ഇലക്ട്രോൺ. ഇനി മാസ് നമ്പർ എത്രയാണ്? 35. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് 1 വീഡിയോയിൽ കണ്ടു. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 35 മൈനസ് 17, അതായത് 18. അപ്പോൾ എത്ര ന്യൂട്രോൺ ആണുള്ളത്? 18 ന്യൂട്രോൺ. അപ്പോൾ നമുക്ക് എയുടെ ആൻസർ കിട്ടി. ഇനി ബി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. 17 ഇലക്ട്രോൺ ആണല്ലോ ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു, ആദ്യത്തെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ ആണ് വെക്കാൻ പറ്റുക. ഈ 17 എണ്ണത്തിൽ 2 ഇലക്ട്രോൺ ഞാൻ വെച്ചു. ഇനി എത്ര എണ്ണം കൂടി വെക്കാനുണ്ട്? 15 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ ആണ് വെക്കാൻ പറ്റുക. നമുക്ക് 15 എണ്ണം കൂടി ഉണ്ടല്ലേ, അപ്പോൾ 8 എണ്ണവും നമുക്കിവിടെ വെച്ചേക്കാം. ഇപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായി? 2 + 8, അതായത് 10 എണ്ണം നമ്മൾ വെച്ച് കഴിഞ്ഞു. 17 എണ്ണത്തിൽ 10 എണ്ണം വെച്ചു. ഇനി 7 എണ്ണം കൂടി ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺ വരെ ഇരിക്കും. നമുക്കിനി 7 എണ്ണം കൂടി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിൻ്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക വരയ്ക്കാനാണ്. അപ്പോൾ ഇതിൽ എത്ര പ്രോട്ടോൺ ആണുള്ളത്? 17 പ്രോട്ടോൺ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. എത്ര ന്യൂട്രോൺ? 18 ന്യൂട്രോൺ. എത്ര ഇലക്ട്രോൺ? 17 ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ആദ്യത്തതിൽ 2 ഇലക്ട്രോൺ, അടുത്തതിൽ 8, അടുത്തതിൽ 7. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 17 പ്രോട്ടോൺ, 18 ന്യൂട്രോൺ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺ. അത് വരയ്ക്കാം. അടുത്ത ഷെല്ലിൽ 7 ഇലക്ട്രോൺ. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ വരയ്ക്കുമ്പോൾ കോമ്പസ് ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. ഇപ്പോൾ ഇത് സ്കെച്ച് പെൻ ആയതുകൊണ്ടാണ് ഞാൻ കോമ്പസിൽ വരയ്ക്കാത്തത്. അപ്പോൾ ബോർ മോഡലായി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതാണ്. ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ 31 ആണ്. ഈ ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മാസ് നമ്പർ 31 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഷെല്ലിൻ്റെ ഓർഡർ. കെ, എൽ, എം, എൻ, പിന്നെ ഓ, അങ്ങനെ പോകും അല്ലേ. ഈ ആറ്റത്തിന് എം ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. ഒരു ആറ്റത്തിൽ കെയും എല്ലും ഷെല്ലുകൾ ഫുൾ ആയതിനു ശേഷമേ എമ്മിലേക്ക് പോവുകയുള്ളൂ. അതായത് എമ്മിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? കെയും എല്ലും ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കെയിൽ പരമാവധി 2 ഇലക്ട്രോൺ അല്ലേ കൊള്ളുക? ആ 2 ഇലക്ട്രോണും ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ അല്ലേ കൊള്ളുക? ആ 8 ഇലക്ട്രോണും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എം ഷെല്ലിലും ഇലക്ട്രോൺ ഉള്ളത്. ഇനി എമ്മിൽ പരമാവധി 18 ഇലക്ട്രോൺ ആണ് കൊള്ളുക. പക്ഷേ എമ്മിൽ 5 എണ്ണേ ഉള്ളല്ലേ, എം നിറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടാകുമോ? ഇല്ല. കാരണം എന്താ? ഇത് നിറഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് പോകുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്നും ഓയും ഇല്ല. ഇനി നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം.
ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ വിന്യാസം? 2,8,5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എഴുതാനാണ് പറഞ്ഞത്. ഇത് ഇലക്ട്രോണുകളുടെ എണ്ണമാണല്ലേ. ടോട്ടൽ അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 8 + 5, അതായത് 15 ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ ആണപ്പോൾ ഉള്ളത്? 15 ഇലക്ട്രോൺ. എത്ര പ്രോട്ടോൺ ആണപ്പോൾ ഉള്ളത്? 15 പ്രോട്ടോൺ. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 15. അതാണ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ആറ്റത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയായിരുന്നു കണ്ടെത്തുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ 31 അറ്റോമിക് നമ്പർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ 16 കിട്ടും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ബോർ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് വരയ്ക്കാം. എത്ര പ്രോട്ടോൺ ആയിരുന്നു? 15. അപ്പോൾ 15p. എത്ര ന്യൂട്രോൺ ആയിരുന്നു? 16. അപ്പോൾ 16n. ഇനി ആദ്യത്തെ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ കണ്ടു ഇതിൻ്റെ വിന്യാസം എങ്ങനെയാണ്, കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? 2, 8, 5. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8, അടുത്ത ഷെല്ലിൽ 5. അപ്പോൾ ഈ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരയ്ക്കാം. അടുത്ത ഷെല്ലിൽ 5. അപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചില ആറ്റങ്ങളുടെ ബോർ മാതൃക തന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുണ്ട് സിംബലുകൾ, അതായത് പ്രതീകങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ H, ഓക്സിജൻ O എന്നൊക്കെ പറയില്ലേ, ഇവർ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. വെറുതെ ABC എന്നങ്ങ് പേരിട്ട് വെച്ചേക്കുവാണ്. അത് ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. ഇനി ഈ പടം നോക്കിയിട്ട് ചില കാര്യങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ പിക്ചർ എയുടെ ആണ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, 6p 6n എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. n എത്ര എണ്ണം ഉണ്ട്? അതായത് ന്യൂട്രോൺ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. 6 പ്രോട്ടോൺ ആണുള്ളതെങ്കിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉണ്ടാകുക? 6 ഇലക്ട്രോൺ തന്നെ. ഇനി നമുക്ക് ഈ എ എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഓരോ പടത്തിൻ്റെയും അറ്റോമിക് നമ്പർ കണ്ടെത്താനാണ്. നമ്മൾ ഇത് നോക്കാം. ഇതിലിപ്പോൾ 6 പ്രോട്ടോൺ അല്ലേ, അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. ഇനി മാസ് നമ്പർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. നമ്മളിപ്പോൾ ഈ പടമാണ് ചെയ്യുന്നത്. 6 പ്രോട്ടോൺ പ്ലസ് 6 ന്യൂട്രോൺ അല്ലേ, അപ്പോൾ 6 + 6, അതായത് 12. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ്. അത് നമുക്ക് ഈ പടത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് കാണിച്ചിരിക്കുന്നത്, അടുത്ത ഷെല്ലിൽ 4 ഇലക്ട്രോൺ. അപ്പോൾ 2,4 ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇത് തന്നെ ബി, അതായത് രണ്ടാമത്തെ ആറ്റത്തിന് ചെയ്യാം. 7 പ്രോട്ടോണും 8 ന്യൂട്രോണും ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോൺ 7 എണ്ണം എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ 7 എണ്ണം, ന്യൂട്രോൺ 8 എണ്ണം. അറ്റോമിക് നമ്പർ എത്രയാണ്? 7 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 7 തന്നെ. മാസ് നമ്പർ എത്രയാണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ, അതായത് 7 + 8 എന്ന് പറയുമ്പോൾ 15. ഇനി ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. പടത്തിൽ നോക്കിയാൽ 2 ഇലക്ട്രോൺ ആണ് ആദ്യത്തെ ഷെല്ലിൽ, രണ്ടാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 2,5. ഇനി ഒരു ആറ്റം കൂടി ഉണ്ട്. അപ്പോൾ സി എന്ന് പറയുന്ന ആറ്റമാണിത്. 6 പ്രോട്ടോണും 8 ന്യൂട്രോണും ആണുള്ളത്. അപ്പോൾ P = 6. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 6 തന്നെയാണ്. 8 ന്യൂട്രോൺ. അറ്റോമിക് നമ്പർ എത്രയാണ്? 6 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 6. മാസ് നമ്പർ എത്രയാണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ, അതായത് 6 + 8 എന്ന് പറഞ്ഞാൽ 14. ഇനി ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 4 എണ്ണം. അപ്പോൾ 2,4. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈ 3 പടങ്ങളിൽ ഈ 3 ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക നോക്കുമ്പോൾ ഇതിൽ ഐസോട്ടോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവരാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ അറ്റോമിക് നമ്പർ 6 ആണ്, ഇവിടുത്തെ അറ്റോമിക് നമ്പർ 7, ഇവിടുത്തെ അറ്റോമിക് നമ്പർ 6. അപ്പോൾ നമുക്ക് എയും സിയും നോക്കാം. അവർക്ക് ഒരേ അറ്റോമിക് നമ്പറാണ്. അവരുടെ മാസ് നമ്പറോ? എയുടെ മാസ് നമ്പർ 12 ആണ്, സിയുടെ മാസ് നമ്പർ 14 ആണ്. അപ്പോൾ ഇവിടുത്തെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? എയും സിയുമാണ്. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ്.
ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ കുറച്ച് ആറ്റങ്ങൾ തന്നിട്ടുണ്ട്, അത് ഞാനൊന്ന് എഴുതുവാണ്. ഇതാണ് തന്നിരിക്കുന്നത്. ഇതിൽ എയുടെ ക്വസ്റ്റ്യൻ, ഇതിൽ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓരോന്നിൻ്റെയും അറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടെത്താനാണ്. അറ്റോമിക് നമ്പർ അല്ലേ ഈ താഴത്തെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പിയുടെ എത്രയാണ്? 8. ക്യൂവിൻ്റെ എത്രയാണ്? 18. അടുത്ത പിയുടെ എത്രയാണ്? 8. ആറിൻ്റെ എത്രയാണ്? 20. മാസ് നമ്പർ കണ്ടെത്താനാണ് പറഞ്ഞത്. മാസ് നമ്പറാണ് ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിയുടെ മാസ് നമ്പർ എത്രയാണ്? 17. ക്യൂവിൻ്റെ മാസ് നമ്പർ 40. പിയുടെ മാസ് നമ്പർ 16. ആറിൻ്റെ മാസ് നമ്പർ 40. ഇനി ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഐസോട്ടോപ്പുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും. നോക്കിക്കേ, ഇത് 8, 18, 8, 20 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ അറ്റോമിക് നമ്പർ ഉള്ളവർ ഏതൊക്കെയാണ്? ഈ പിയും ഈ പിയുമാണ് അല്ലേ? 8 തന്നെയല്ലേ? വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കണം. ഒരെണ്ണം 16, ഒരെണ്ണം 17 ആണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവരാണ് ഐസോട്ടോപ്പുകൾ. അപ്പോൾ ഇവിടുത്തെ ഐസോട്ടോപ്പുകൾ ആരൊക്കെയാണ്? പി, പി. ഇനി പറഞ്ഞിരിക്കുന്നത് ആറ്റം ക്യൂവിൻ്റെ ബോർ മോഡൽ, ബോർ മാതൃക വരയ്ക്കാനാണ്. ക്യൂ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്യൂ 18, 40. അപ്പോൾ എത്ര പ്രോട്ടോൺ? 18 പ്രോട്ടോൺ. എത്ര ഇലക്ട്രോൺ? 18 ഇലക്ട്രോൺ. ന്യൂട്രോൺ എങ്ങനെ കണ്ടെത്തുക? മുകളിലത്തെ നമ്പർ മൈനസ് താഴത്തെ നമ്പർ. അതായത് 40 മൈനസ് 18 എന്ന് പറയുമ്പോൾ 22. അപ്പോൾ 18 പി എഴുതി, 22 എൻ എഴുതി. ഇനി ഇലക്ട്രോൺസ് വരയ്ക്കാം. ആകെ 18 ഇലക്ട്രോൺസ് ആണ് വരയ്ക്കേണ്ടത്. ആദ്യത്തെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ ആണ് കൊള്ളുന്നത്. അതെല്ലാം വരയ്ക്കാം. 8 എണ്ണവും വരയ്ക്കുവാണ്. ഇനി ടോട്ടൽ 18 ഇലക്ട്രോൺ ആണ് നമുക്കുള്ളത്. നമ്മൾ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം, അതായത് ടോട്ടൽ 10 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി 8 എണ്ണം കൂടി വരയ്ക്കണം അല്ലേ? അത് മൂന്നാമത്തെ ഷെല്ലിൽ വരയ്ക്കാം. കാരണം മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺ വരെ കൊള്ളും. നമുക്ക് 8 എണ്ണം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് ക്യൂവിൻ്റെ ബോർ മോഡൽ.